കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന അവസരത്തിൽ ചുറ്റുമുള്ളവരോട് പറയുന്നതാണ്. ഇപ്രകാരമാണ്: ജീവിക്കണമെന്നോ മരിക്കണമെന്നോ എനിക്കിനി ആഗ്രഹമില്ല. അവിടുന്ന് എന്ത് ചെയ്യുന്നോ അതാണ് എനിക്കിഷ്ടം. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട പുണ്യവതി, നിൻ്റെ മരണക്കിടക്കയെ പോലും ജീവിതത്തോടും മരണത്തോടും ഫോക്കസ് ചെയ്യാതെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് പൂർത്തീകരിക്കപ്പെടുവാൻ മാത്രമാണല്ലോ നീ ആഗ്രഹിച്ചതും ചുറ്റുമുള്ളവരോട് പറഞ്ഞതും. എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ട് പുണ്യവതി ഞങ്ങളെ നീ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളൊന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തെ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം